അപ്പൊ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കരുത്. മീൻസ് എല്ലാവർക്കും അറിയണം എന്നുള്ളൊരു ഇതുകൊണ്ടും ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ചോദിക്കാണ്. ആഷി ബൈസെക്ഷൽ ആണോ? ഇത് പൊതുവെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ളൊരു ഇതാണ്. അവസാനം ഇന്റർവ്യൂ എല്ലാം ചെയ്യും, അവസാനം ഞങ്ങളെ കിടപ്പറയിലേക്ക് ആയിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ. അത് ചോദിക്കുന്ന ആവശ്യം. ഇപ്പൊ ആഷി ബൈസെക്ഷൽ ആണെങ്കിൽ ആഷി എന്തായാലും ഞാൻ അറിഞ്ഞാൽ പോരെ, അത് ലോകത്തിന് വേറെ അതൊന്നും റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഇപ്പൊ ഞാൻ ചോദിക്കണം മോള് ലെസ്ബിയൻ ആണെന്ന് ചോദിച്ചാൽ മോൾക്ക് എന്താ ഇതിന് ഉത്തരം പറയാനുള്ളത്? അതേപോലെ തന്നെയാണ് ഇപ്പൊ ആഷി ലൈക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള മെന്നാണ്. അത് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ എന്റെ കൂടെ ആഷി ജീവിക്കുന്നത് ആഷി ലൈക്ക് ബൈസെക്ഷൽ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പലർക്കും വരിക. അതൊരു എനിക്ക് താല്പര്യം, ഞാൻ ആ ഒരു അർത്ഥത്തിൽ ചോദിച്ചതല്ല. നമ്മൾ എല്ലാ ഇന്റർവ്യൂവിലും ഇപ്പൊ അടുത്തുകൂടെ ഇത് നിങ്ങളെ ഇതിന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻസും നമ്മൾ വന്നിരുന്ന് മറുപടി പറയുന്നുള്ളൊരു നിങ്ങളൊരു തോന്നലില്ല. താല്പര്യമില്ല ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂവിന് ഇരിക്കാൻ. ഞാൻ പറയട്ടെ, നമുക്ക് വൾഗറായിട്ട് ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇത്രയും നല്ല രീതിയിലാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നല്ല രീതിക്കാണല്ലോ പറഞ്ഞത്. ഇത്ര നേരം ഈ ലാസ്റ്റ് പോകാൻ നേരത്തെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ തമ്മിൽ പിണങ്ങേണ്ട ഒരു വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? കാരണം ഇത്ര നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വളരെ നല്ല രീതിയിൽ ഇന്റർവ്യൂ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഈ ആഷി ബൈസെക്ഷൽ ആണോ, എന്തിനാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനോട് ഒരു താല്പര്യം എനിക്ക് സീരിയസ്ലി ഇല്ല. ഞാൻ നല്ല രീതിയിലാണ് ഉദ്ദേശിച്ചത്, പക്ഷെ നിങ്ങൾക്ക് ഫീലിംഗ് ഐ എം സോറി. പക്ഷെ ഒരിക്കലും ഞാൻ പറയട്ടെ, നോർമലി എനിക്ക് ഇങ്ങനത്തെ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഇഷ്ടമല്ല. ഇത് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഞാൻ ഓൾറെഡി പ്രതികരിച്ചതാണ്. ഇങ്ങനെ ജാസി എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞതാണോ, ജാസി എന്തിനാ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഞാൻ പറഞ്ഞില്ല, അത് അത്ര പേഴ്സണലായി ചോദിച്ചല്ല, ജസ്റ്റ് എല്ലാവർക്കും അറിയേണ്ട ഒരു റാൻഡം ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ അത് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആഷി ലൈക്ക് സ്ട്രൈറ്റ് ആണ്. ആഷി എന്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് ആഷി ലൈക്ക് ബൈസെക്ഷൽ ആണെന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം, പക്ഷെ ഒരിക്കലല്ല. കാരണം ഇപ്പൊ എന്റെ കൂടെ ആഷി ജീവിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ആഷിക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ ആഷി എന്താണ് ആഷിയുടെ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആഷിയുടെ ഒരു മൈൻഡ് എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം. ആഷി ലൈക്ക് എന്നെ കാണുന്നത് പൂർണ്ണ ഒരു എന്താ പറയുക, ആഷിയുടെ ഒരു വൈഫ് എന്ന രീതിയിൽ തന്നെയാണ്. ആഷി ഒരിക്കലും ഒരു ബൈസെക്ഷൽ സെക്സ് അല്ല എന്നോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറുള്ള ഒരു ഗേ ടൈപ്പ് ഓഫ് സെക്സ് അല്ല എന്നോട് ചെയ്യുന്നത്. ആഷി ലൈക്ക് ഒരു ഗേൾസിനെ എങ്ങനെയാണോ ഒരാളെ സെക്സ് ചെയ്യുന്നത് ആ ടൈപ്പ് ഓഫ് സെയിം സെക്സ് തന്നെയാണ് എന്നോട്ട് ചെയ്യുന്നത്. അത് എനിക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു പാർട്ട്ണർ ലെസ്ബിയൻ ആണോ, അല്ലെങ്കിൽ ഗേ ആണോ, അല്ലെങ്കിൽ ബൈസെക്ഷൽ ആണോ, അല്ലെങ്കിൽ വാട്ട് എവർ എന്തെങ്കിലും അതർ ക്യാരക്ടർ ആണെങ്കിലും എനിക്കാണല്ലോ പറയാൻ പറ്റുക. അതിൽ വെച്ച് പറയാന്നുണ്ടെങ്കിൽ ആഷി ലൈക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു മെന്നാണ്. ആഷിക്ക് ലേഡീസിനോട് സെക്സ് ചെയ്യാനാണ് താല്പര്യം. കഴിഞ്ഞല്ലോ, ഇനി ഈ ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ, എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണ് ഞാനിപ്പോൾ തന്നത് കേട്ടോ. ഇനി അടുത്ത ഇന്റർവ്യൂവിലും ഈ സെയിം ക്വസ്റ്റ്യൻസ് ആരും ചോദിക്കില്ല.